യുഎസും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കത്തിനിടെ ഇപ്പോൾ വാക്പോരും കനക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഒരു തുറന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുഎസും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇറാനിൽ യുഎസ് കരസേനാ നടപടി ആരംഭിച്ചേക്കാമെന്നും അതായത് സൈന്യത്തെ വിന്യസിക്കേണ്ടി വരുമെന്നും ഊഹാപോഹമുണ്ട്. ഇത് സംഭവിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകാരമാകുമെന്ന് അബ്ബാസ് അറാഗ്ചി വ്യക്തമായി പ്രസ്താവിച്ചു. അമേരിക്കയുടെ കരസേനാ നടപടിയെ നേരിടാൻ ടെഹ്റാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. യുഎസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുമ്പോൾ വാഷിംഗ്ടണുമായി വെടിനിർത്തൽ തേടാനോ ചർച്ചകൾ നടത്താനോ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഏത് സാഹചര്യത്തിനും ഇറാൻ സൈന്യം തയ്യാറാണെന്നും ഒരു കര ആക്രമണം യുഎസ് സൈന്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് അവർക്കൊരു വലിയ ദുരന്തമായിരിക്കുമെന്നും അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. യുഎസ് കര ആക്രമണ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവർക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അറാഗ്ചി പറഞ്ഞത്. മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് ഇറാൻ പാഠങ്ങൾ പഠിച്ചുവെന്നും കരയിൽ യുദ്ധം രൂക്ഷമാകുകയാണെങ്കിൽ യുഎസ് സേനയെ നേരിടാൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്ന് ഇപ്പോൾ ആത്മവിശ്വാസമുണ്ട് എന്നും അറാഗ്ചി കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തുടനീളം യുഎസ് ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ടെഹ്റാൻ വെടിനിർത്തലിന് തുടക്കമില്ല എന്ന് പറഞ്ഞ അറാഗ്ചി വാഷിംഗ്ടണുമായുള്ള ചർച്ചകളുടെ സാധ്യതയും തള്ളിക്കളയുകയാണ്. ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാനിൽ അമേരിക്ക ഒരു യുദ്ധം ആരംഭിച്ചിട്ടേയുള്ളൂ എന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പ്രസ്താവന ഇറക്കി. നിലവിലെ യുദ്ധം തുടരാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് ഇറാൻ വിശ്വസിക്കുന്നുവെങ്കിലും അത് തെറ്റാണെന്നും യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. വാഷിംഗ്ടൺ യുദ്ധം ആരംഭിച്ചിട്ടേയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇറാനെ ആക്രമിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫൂറിയെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. ഇറാന് വ്യോമസേനയില്ല, വ്യോമ പ്രതിരോധവുമില്ല. അവരുടെ എല്ലാ വിമാനങ്ങളും പോയി, അവരുടെ മിസൈലുകൾ പോയി, അവരുടെ ലോഞ്ചറുകളും പോയി. ഏകദേശം 60% അവരുടെ ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു. 3 ദിവസത്തിനുള്ളിൽ യുഎസ് 24 ഇറാനിയൻ കപ്പലുകൾ നശിപ്പിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് പകരം മകനെ തിരഞ്ഞെടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വലയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആക്സിയോസിൽ നടന്ന അഭിമുഖത്തിൽ യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. 8 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ ഖമനേയിയുടെ പിൻഗാമിയായി മൊജ്തബ ഖമനേയി അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യതയിൽ യുഎസ് പ്രസിഡന്റ് അതൃപ്തി പ്രകടിപ്പിച്ചു. ഇറാന്റെ നീക്കം അസ്വീകാര്യമാണെന്നും ഭാവിയിൽ ഇറാനെ നയിക്കാൻ മൊജ്തബയ്ക്ക് കഴിയില്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ രാജ്യത്ത് 1230 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ 7ാം ദിവസമാണ് സംഘർഷം തുടരുന്നത്. ഇരു രാജ്യങ്ങളും തിരിച്ചടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ശനിയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സൈന്യമാകാൻ സാധ്യതയെന്ന വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന യുഎസ് സൈനിക അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രാഥമിക നിഗമനങ്ങൾ യുഎസ് സേനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെന്നും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നും മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.